പ്രിയപ്പെട്ടവർ, നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. കർത്താവ് ആരാധനയുടെ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സുഖപ്പെടുത്താനും നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരാനും നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരാനും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് അനുഗ്രഹിക്കും, അവിടുന്ന് സുഖപ്പെടുത്തും, അവിടുന്ന് ചേർത്ത് പിടിക്കും. ഒരു കുടുംബത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നാൽ ആ കുടുംബത്തിലെ സർവ്വമേഖലയെ ഈശോ അനുഗ്രഹിക്കും. നമുക്ക് ആരാധനയ്ക്ക് മുമ്പ് ഒരു സാക്ഷ്യം ഇങ്ങനെ വായിച്ച് കേൾക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കാനും നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാനുമായിട്ടും. എൻ്റെ പേര് റെജി എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അമ്പഴക്കാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കുറേ വർഷങ്ങളായി ഞാൻ ശാലോമിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ സ്ഥിരമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഭർത്താവിന് 2022 ഒരു സ്ട്രോക്ക് വരികയും കണ്ണിൻ്റെ കാഴ്ച കുറയുകയും ചെയ്തു. തുടർന്നുള്ള മാസങ്ങളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവകൃപയാൽ അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഒരു സാക്ഷ്യം. കൂടാതെ വർഷങ്ങളായി എൻ്റെ ഭർത്താവും സഹോദരങ്ങളും ചീട്ടുകളി എന്ന ദുശീലത്തിന് അടിമയായിരുന്നു. നൈറ്റ് വിജിൽ സമയത്ത് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഇതിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹത്തിനും സഹോദരങ്ങൾക്കും വിടുതൽ നൽകി. അതുപോലെ എൻ്റെ മരുമകൾ ജോലി അന്വേഷിച്ച് വിസിറ്റിംഗ് വിസയിൽ UAE പോയിരുന്നു. അനേക നാളുകളായി ജോലിക്ക് വേണ്ടി ഒത്തിരി അന്വേഷിച്ചു. വേദനയിൽ കഴിയുമ്പോൾ നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. വിസയുടെ കാലാവധി തീരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ നല്ല ജോലി നൽകി മകളെ ഈശോ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവർ, നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ദൈവമാണ്. കുടുംബത്തിലേക്ക് വന്നാൽ കുടുംബത്തിലെ സർവ്വ കാര്യങ്ങളും ഈശോ കാണും, ഈശോ പരിഗണിക്കും, ഈശോ ഇടപെടും. നമ്മുടെ ഈ ആരാധനയുടെ സമയങ്ങളിലും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കണം. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കുടുംബങ്ങളെ, വിദേശത്തും വിദൂരത്തുമുള്ള നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിമാരെ ഒക്കെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഏതു മേഖലയിലേക്കും കടന്നു വരാൻ ഈശോയ്ക്ക് പറ്റും. രോഗസൗഖ്യം മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും അടഞ്ഞ വഴികൾ ഈശോ തുറന്നു തരും. ആർക്കും സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത രോഗത്തെ ഈശോ സുഖപ്പെടുത്തും. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത കുടുംബ പ്രശ്നത്തിലേക്ക് ഈശോ കടന്നു വരും. അവിടെ പ്രിയമുള്ളവർ, നമുക്കൊന്ന് കണ്ണുകളടച്ച് നമ്മെ തന്നെ ഒന്ന് ഒത്തിരി എളിമയോടെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഈ ആരാധനയിൽ വിശ്വസിക്കണം, ഈശോ കടന്നു വരുമ്പോൾ നീ ലോകത്തിൽ എവിടെയാണോ, ഏത് രാജ്യത്താണോ, ഒറ്റപ്പെട്ട സ്ഥലമാണോ, എവിടെയാണെങ്കിലും ആ ദേശത്തേക്ക് കടന്നു വരാൻ നിൻ്റെ കർത്താവിന് പറ്റും. ആ ദേശത്ത് നിന്നെ അനുഗ്രഹിക്കാൻ നിൻ്റെ ദൈവത്തിന് പറ്റും. എവിടെയായിരുന്നാലും കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ സ്ഥലങ്ങളിലേക്ക് ഈശോ ക്ഷണിക്കണം. ആ രാജ്യത്തേക്ക് ഈശോ ക്ഷണിക്കണം. പള്ളിയില്ലേ, പ്രാർത്ഥനയില്ലേ, ധ്യാനങ്ങളൊന്നുമില്ലേ, ദേവാലയത്തിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണോ? എങ്കിലും ദൈവം നിന്നെ കൈവിടില്ല. നമുക്ക് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് എളിമയോടെ നമ്മളെ തന്നെ സമർപ്പിച്ച്, കർത്താവ് ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വരണമേ. എൻ്റെ കർത്താവ്, എൻ്റെ വീട്ടിൽ അനുഗ്രഹം ആവശ്യമുള്ള അനേകരുണ്ട്, സൗഖ്യം ആവശ്യമുള്ള അനേകരുണ്ട്, വേദനിക്കുന്ന അനേകരുണ്ട്, രോഗികളുണ്ട്. അവരെ സുഖപ്പെടുത്താൻ അങ്ങ് കടന്നു വരണമേ. ദൈവമേ, വിദേശത്തുള്ള മക്കളുണ്ട്, യുവാക്കന്മാരുണ്ട്. കർത്താവേ, പാവത്തിന് അടിമത്തമുള്ളവരുണ്ട്. അവരെ സുഖപ്പെടുത്താൻ, അനുഗ്രഹിക്കാൻ അങ്ങ് കടന്നു വരണമേ. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്താൻ കടന്നു വരണമേ. കർത്താവേ, എൻ്റെ സാമ്പത്തിക മേഖലയെ ക്രമീകരിക്കാൻ കടന്നു വരണമേ. കർത്താവേ, ദൈവം അഴിയാത്ത കെട്ടുകളിൽ നിന്ന് എന്നെ അഴിക്കാൻ കടന്നു വരണമേ. കർത്താവേ, എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുട്ടുമേൽ നിൽക്കാം. മുട്ടുമേൽ നിന്ന് വലിയ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. വിശ്വസിക്കണം, ഈ രാത്രിയിൽ ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. ഈ രാത്രിയിൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ രാത്രിയിൽ ഈശോ നമ്മുടെ മക്കളിലേക്ക് കടന്നു വരും. ഈ രാത്രി കർത്താവ് നമ്മളെ സുഖപ്പെടുത്തണം. വിശ്വാസത്തിൽ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് പാടി സ്വീകരിക്കാം. കുഞ്ഞാടേ പാടാം. ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പഠിക്കേ. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. Hallelujah, hallelujah, hallelujah.
ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹതാതനേ പാടി ആരാധിക്കാം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹദാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ കരങ്ങളുയർത്തി ഹല്ലേലൂയാ ആമേൻ. കരങ്ങൾ വീശി ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. സ്വരമുയർത്തി ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ കരങ്ങൾ വീശി ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദിവ്യകാരുണ്യ ഈശോയുടെ മുഖത്തേക്ക് കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കാം. അവനെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. ആമേൻ. ഈ സന്ധ്യയിൽ കർത്താവിനെ നമ്മൾ നോക്കുന്നു. നാം നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയെ നോക്കുന്നതിനേക്കാൾ തീവ്രമായി ടെലിവിഷൻ ചാനലിലൂടെ തെളിഞ്ഞു വരികയും നമ്മുടെ മുമ്പിലായിരിക്കുകയും ചെയ്യുന്ന ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. ആമേൻ. ഈശോ സക്കേവൂസിനെ കണ്ടതുപോലെ, ഹല്ലേലൂയ. മറിയം മഗ്ദലനയെ കണ്ടതുപോലെ, തളർവാദ രോഗിയെ കണ്ടതുപോലെ, തന്നെ ഉപേക്ഷിച്ച് പോകുന്ന പത്രോസിനെ കണ്ടതുപോലെ ഈശോ നമ്മളെ കാണുന്നുണ്ട്. ആമേൻ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ആമേൻ. എന്നെ മകനാക്കി മാറ്റിയല്ലോ, ഈശോ. എന്നെ മകളാക്കി മാറ്റിയല്ലോ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഈശോയോട് പറയുക, ഈശോയേ. എന്നെ നീ മകനാക്കി മാറ്റിയല്ലോ, ഹല്ലേലൂയ. എന്നെ നീ ഒരു മകളാക്കി മാറ്റിയല്ലോ. ഹല്ലേലൂയ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ കുറവുകളും യേശുവിന്റെ രക്തത്താൽ നീ തുടച്ചു മാറ്റിയല്ലോ. ഹല്ലേലൂയ. നന്ദി പറയുന്നു ഈശോ, ഈശോ. നന്ദി പറയുന്നു ഈശോ. ഈശോ. എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള എത്രയെത്ര നന്മകളാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ അപ്പം കൊണ്ടുപോയി കൊടുത്തതുപോലെ
എത്രയോ ദിവസങ്ങളിലാണ് ഈശോ നമുക്കെല്ലാം തന്നത്. ആമേൻ. ഈശോയോട് പറയാം, ഈശോയേ, ഈശോയെ നീ എന്നെ ഓർത്തല്ലോ, ഈശോയേ, ഈശോയെ നീ എന്നെ ഓർത്തല്ലോ. ഈശോ ഞാൻ തനിയെ മുറിയിൽ കിടന്നപ്പോ ആമേൻ. പലവട്ടം എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോ, ഈശോ, ഒട്ടേറെ അഡിക്ഷനിൽ മുഴുകി ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് ഞാൻ ഓർത്ത് വേദനിച്ചപ്പോ, കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപം എന്നെ നിരന്തരം വീണ്ടും വീണ്ടും വരികി മുറുകുമ്പോ ഈശോ നീ എന്നോട് പറഞ്ഞല്ലോ, ആമേൻ. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ആമേൻ. ഈശോ നീ എന്നെ മറന്നു കളഞ്ഞില്ലല്ലോ. ഈശോ. നമ്മളെ മറന്നു കളയില്ല സഹോദരങ്ങളെ. നമ്മളെ മറന്നു കളഞ്ഞാലും അവൻ നമ്മളെ മറന്നു കളയില്ല. ഈശോ. ദിവികാരുണ്യ ഈശോയിലേക്ക് നമ്മുടെ ഇരു കരങ്ങളെ നമുക്ക് നീട്ടിപ്പിടിക്കാം. സ്നേഹത്തോടെ കൊടുക്കണം. മകൻ എന്നതുപോലെ, മകൾ എന്നതുപോലെ നമ്മളെ തന്നെ കൊടുക്കുകയാണ്. നമ്മൾ മകനാണ്, മകളാണ്. ആ ധൂർത്തപുത്രൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നതുപോലെ ഈ രാത്രിയിൽ മടങ്ങി ചെന്നുകൊണ്ട് സ്നേഹത്തോടെ അവകാശം നമുക്ക് കരസ്ഥമാക്കാം. അപ്പ പറയുന്നുണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ, എനിക്കുള്ള ദാനങ്ങളെല്ലാം മകന് നിനക്കുള്ളതല്ലേ, എൻ്റെ സമ്പത്ത് നിനക്കുള്ളത്, എൻ്റെ സൗഖ്യം നിനക്കുള്ളത്, എൻ്റെ വിടുതൽ നിനക്കുള്ളത്, എൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നിനക്കുള്ളത്, എൻ്റെ നിത്യജീവിതം നിനക്കുള്ളത്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. സ്നേഹത്തോടെ ഇരു കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ, ഞങ്ങളെ ഓർത്തതിന് നന്ദി പറയുന്നു ഈശോയെ, ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറയുന്നു ദൈവമേ, പാപങ്ങൾ കഴുകി കളഞ്ഞതിന് നന്ദി പറയുന്നു, വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു, ഞങ്ങൾക്ക് അവിടുത്തെ ഹൃദയം തന്നതിന് നന്ദി പറയുന്നു, ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറയുന്നു, ഞങ്ങളെ ഒരു മകനാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു, മകളാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു, ഞങ്ങളുടെ മൂർധാവിൽ ചുംബിച്ചതിന്, ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന്, ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന്, ഞങ്ങൾക്കെല്ലാം തന്നതിന് നന്ദി പറഞ്ഞ് പരിദേവനങ്ങളെല്ലാം പ്രാർത്ഥനയായിട്ട് മാറട്ടെ, പരിഭവങ്ങളെല്ലാം പ്രാർത്ഥനയായിട്ട് മാറട്ടെ. ഈശോ നമ്മുടെ അടുത്തുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന ഈശോ, മഹത്വപ്പെടുത്തുന്ന ഈശോ, നന്ദി പറയുന്ന ഈശോ, ആരാധിക്കുന്ന ഈശോ, നന്ദി പറയുന്ന ഈശോ. ഞാൻ തനിയെ അല്ലല്ലോ, ഞാൻ തനിയെ അല്ല, എന്റെ രോഗങ്ങൾ അവൻ ഭേദപ്പെടുത്തും, എന്നെ തനിയാക്കുകയില്ല, എന്നെ അനാഥനായി അവൻ പറഞ്ഞു വിടുകയില്ല. ഈശോ എൻ്റെ അടുത്തേക്ക് വരും. ഈശോ നന്ദി പറയുന്നു. ആരാധിക്കുന്ന ഈശോ, ആരാധിക്കുന്ന ഈശോ. ഇന്ന് ഈ ആരാധനയ്ക്കായി ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ
കൊട്ടാരം പോലൊരു വീട്ടിൽ തനിയെ ജീവിക്കുന്ന ഒരു വീട്ടമ്മയായിരിക്കാം നീ. കിടപ്പ് രോഗിയായിരിക്കാം നീ. മരണം എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നോർത്ത് വേദനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. നിരാശയിൽ ഒരുപാട് മനസ്സ് വിഷമിക്കുന്നുണ്ടായിരിക്കാം. നാട് വിട്ടുപോയ മക്കളെക്കുറിച്ചുള്ള അധികമായ ആകുലതയുള്ള ഒരു വ്യക്തിയായിരിക്കാം നീ. ഒട്ടേറെ ലോണുകൾ എടുത്ത് കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിട്ടിട്ട് അവനൊന്നുമാകാതെ തിരിച്ചു വന്നതിനെ ഓർത്ത് വേദനിക്കുന്ന ഒരു സഹോദരിയായിരിക്കാം നീ. ഈശോ നിന്നെ കാണുന്നുണ്ട്. ഈശോ നിന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. നിന്റെ കുറവുകളെയും നിന്റെ പരിമിതികളെയും ഓർത്തുള്ള പരിദേവനങ്ങളല്ല ഇപ്പം നീ ഈശോയ്ക്ക് കൊടുക്കേണ്ടത്. ഈശോയോട് പറയണം, ഈശോയെ നീ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചല്ലോ, നീ എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നല്ലോ, എനിക്ക് സഹചാരികളെ തന്നല്ലോ, എനിക്ക് ആരോഗ്യം തന്നല്ലോ, കോവിഡ് കാലത്ത് ഞാൻ മരിച്ചു പോയില്ലല്ലോ, ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നെ അനാഥനായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ, എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു ദൈവമെങ്കിലും ഉണ്ടല്ലോ. നന്ദി പറയണം സഹോദരങ്ങളെ, നന്ദി പറയണം. എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടേറെ നന്മകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ഓരോരുത്തരും. ഒന്നുമില്ല എന്ന് പറയുന്നൊരു സഹോദരന് പോലും ഓർത്താൽ വിരലിൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എണ്ണം നന്മകൾ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. നന്ദി പറയണം, നന്ദി പറയണം. ഈ സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നന്ദി പറയാം ഈശോയ്ക്ക്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് വേണം അവൻ്റെ മകനും മകളും എന്നുള്ള അർത്ഥത്തിലുള്ള കൃപാവരങ്ങൾ നമ്മൾ സ്വന്തമാക്കാൻ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയണം. ഈശോയെ ഒരുപാട് നന്ദി പറയാൻ ഞങ്ങൾ മടിച്ചിട്ടുള്ളവരാണ്. എപ്പോഴും ഞങ്ങൾ പരാതികളെ പറയാറുള്ളൂ. എന്നെ വളർത്തിയത് ഞാൻ മറന്നു കളഞ്ഞു, എന്നെ ഇത്രത്തോളം എത്തിച്ചത് ഞാൻ മറന്നു കളഞ്ഞു. എൻ്റെ കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തിയ നാളുകളെല്ലാം ഞാൻ അവഗണിച്ചു. പാപക്കെട്ടുകളിൽ എന്നെ അഴിച്ച് എന്നെ മോചിപ്പിച്ചത് ഞാൻ മറന്നു കളഞ്ഞു. ഞാൻ അവഗണിച്ചിട്ടും ഈശോ എന്നെ അവഗണിക്കാതെ പോയ കാര്യം ഞാൻ മറന്നു കളഞ്ഞു. ഈശോയെ നീ എന്നെ ചേർത്ത് പിടിച്ചല്ലോ. ഇരു കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ കർത്താവിന് നന്ദി പറയാം. 1000 നന്ദികൾ കൊണ്ട് നിറയപ്പെടുന്ന രാത്രിയായിട്ട് മാറട്ടെ. കർത്താവിന് നന്ദി കൊണ്ടൊരു കിളികൂടി നമുക്ക് സൃഷ്ടിക്കണം. കർത്താവിന് നന്ദി പറയാം. കർത്താവെ നീ എനിക്ക് ഒരുപടി നന്മകൾ തന്നു കർത്താവെ, ഒരുപാട് കൃപാവരങ്ങൾ കൊണ്ട് എന്നെ നിറച്ചു കർത്താവെ. ഈശോയെ നിനക്ക് ഞാൻ നന്ദി പറയുന്നു ദൈവമേ, നന്ദി പറയുന്നു ദൈവമേ, എല്ലാത്തിനും നന്ദി പറയുന്നു ദൈവമേ. എന്നെ വിടുവിക്കുന്നതിന് നന്ദി പറയുന്നു, എന്നെ മോചിപ്പിച്ചതിന് നന്ദി പറയുന്നു, എന്നെ ഇത്രത്തോളം വളർത്തിയതിന് നന്ദി പറയുന്നു, 10,000 നന്മകൾ തന്നതിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ, എല്ലാത്തിനും നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നന്ദിയോടെ പാടി ദൈവത്തിന് നന്ദി പറയാം. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നീശോവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നീശോവിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ, 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 നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നീശോവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നീശോവിന്. രോഗികളായിട്ടുള്ളവരെല്ലാവരും ഈശോയുടെ അടുത്തേക്ക് വരിക, ഈശോയെ കാണുക. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല.
ഈശോയോട് നമുക്ക് പറയാം, ഞാൻ രോഗിയാണ് ഈശോ, ഈശോ എനിക്ക് സൗഖ്യം വേണം, ആന്തരികമായ സൗഖ്യം വേണം, ഈശോ ശാരീരികവും മാനസികവുമായ സൗഖ്യം വേണം. ഹല്ലേലൂയ. ഒരുപാട് തകർന്നു കിടക്കുന്ന ജീവിത അവസ്ഥയിലാണ് ഞാൻ, ഈശോ എന്നെ ഒന്ന് മോചിപ്പിക്കണം. അതെ, അവൻ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. വീണവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മെ അനാഥമായി പറഞ്ഞു വിടാത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. കർത്താവിലേക്ക് നോക്കാം. രോഗികൾ ഈശോയിലേക്ക് നോക്കുക. അവൻ നമ്മളുടെ അടുത്തേക്ക് സൗഖ്യവുമായിട്ട് കടന്നു വരട്ടെ. ഓ ദിവ്യ കാരുണ്യ കർത്താവേ, ഈ നൈറ്റ് വിജിലിൽ പങ്കുകാരാകുന്ന 10,000-കണക്കിന് ദൈവമക്കളെ അങ്ങയുടെ സ്നേഹത്തിന്റെ മുമ്പിലേക്ക് തരുന്നു. രോഗികളുണ്ട് ഈശോ, തകർന്നവരുണ്ട് കർത്താവേ, നിരാശയിൽ തലതാഴ്ത്തിയിരിക്കുന്നവരുണ്ട് കർത്താവേ, നടക്കാൻ കഴിയാത്തവർ, ശാരീരികമായ വൈകല്യങ്ങൾ ഉള്ളവർ, ശിരസ് മുതൽ കാൽപാദം വരെ തളർന്നു കിടക്കുന്നവർ, കിടപ്പറയിലായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുള്ളവർ, 38 വർഷം തറവാദം പിടിച്ചവനെ പോലെ തളർന്നു കിടക്കുന്നവർ പിടിച്ചെഴുന്നേൽപ്പിക്കണം കർത്താവേ. ബൈസ്റ്റാൻഡേഴ്സുമായി ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, രോഗികൾ അടുത്ത് ചെന്ന് നിങ്ങൾ അവരെ സഹായിക്കുക. ഈശോയെ നോക്കി അവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ കരത്തിന് ബലം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈശോയുടെ വചനം പറഞ്ഞവരെ ബലപ്പെടുത്തുക. ഈശോയുടെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് കൽപ്പിക്കുക. എഴുന്നേൽക്കുക എന്ന് കൽപ്പിക്കുക. എഫാത്ത എന്ന് കൽപ്പിക്കുക. തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുക. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പീഡിതർ ആശ്വാസം പ്രാപിക്കട്ടെ, തളർവാദ രോഗികൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സംസാരിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ. രോഗപീഠകൾ അകന്നു പോകട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്യത്തിലൂടെ തിരുസഭ എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധനും അനുഗ്രഹീതനുമായ സെയിന്റ് പെരേഗ്രിയന്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാ ക്യാൻസർ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു കർത്താവേ. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിരിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്. വളരെ റീസെന്റായി ഡയഗ്നോസ് ചെയ്ത ക്യാൻസർ രോഗികളുണ്ട്. കുഞ്ഞുങ്ങൾ ക്യാൻസർ രോഗികളായിട്ട് മാറിയിട്ടുള്ളവരുണ്ട്. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. മലയാളം ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നുണ്ട്. അവരെ സമർപ്പിക്കുന്ന ഈശോ, സ്നേഹത്തോടെ സമർപ്പിക്കുന്ന ഈശോ, ക്യാൻസർ രോഗികൾ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ശിരസ് മുതൽ കാൽപാദം വരെയുള്ള രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഏത് സ്റ്റേജിലുള്ള രോഗികളാണ് എങ്കിലും ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ഉദര സംബന്ധമായ ക്യാൻസർ രോഗികൾ വിട്ടുപോകട്ടെ. ലിവർ സംബന്ധമായ ക്യാൻസർ രോഗികൾ വിട്ട് സൗഖ്യം പ്രാപിക്കട്ടെ. പാൻക്രിയാറ്റിക് ക്യാൻസർ സൗഖ്യം പ്രാപിക്കട്ടെ. ബ്രെയിനിലുള്ള ക്യാൻസർ സൗഖ്യം പ്രാപിക്കട്ടെ. ബോൺ ക്യാൻസർ സൗഖ്യം പ്രാപിക്കട്ടെ. ബോണിലുള്ള രോഗപീഠകൾ അകന്നു പോകട്ടെ. അലർജി രോഗങ്ങൾ അകന്നു പോകട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള രോഗപീഠകൾ അകന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ എന്ന് വിളിക്കുക, ഈശോയെ എന്ന് വിളിക്കുക. ഈശോയുടെ ശക്തി ഒഴുകുന്നുണ്ട്. ഈശോയുടെ ശക്തി ഒഴുകുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗപീഠകൾ അകന്നു പോകുന്നു. ഈശോ തൊടുന്നു മക്കളെ. ഈശോ പ്രിയപ്പെട്ടവരെ തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങൾ സ്ക്രീനിൽ തൊട്ട് പ്രാർത്ഥിക്കുക. സ്ക്രീനിൽ തൊട്ട് പ്രാർത്ഥിക്കുക. അവന്റെ ശക്തി ഒഴുകട്ടെ. മൈറ്റി പവർ ഒഴുകട്ടെ. മൈറ്റി പവർ ഒഴുകട്ടെ. In the name of Jesus. In the name of Jesus. എല്ലാ രോഗപീഠകൾ അകന്നു പോകട്ടെ. പീഠകൾ അകന്നു പോകട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ. തളർവാദ രോഗികൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. എഴുന്നേറ്റ് നടക്കട്ടെ. എഴുന്നേറ്റ് നടക്കട്ടെ. ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പാ, അപ്പാ ഞങ്ങൾ വിളിച്ചു വിടുവിക്കണമേ അപ്പാ. മക്കളെ വിടുവിക്കണമേ. മക്കളെ വിടുവിക്കണമേ. മക്കളെ മോചിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയുടേതാണെന്ന് ഓർക്കണമേ. ഞങ്ങൾ അങ്ങയുടേതാണെന്ന് ഓർക്കണമേ. ഞങ്ങൾ അങ്ങയുടേതാണെന്ന് ഓർക്കണമേ. ഞങ്ങൾ അങ്ങയുടേതാണെന്ന് ഓർക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ ആബാ പിതാവേ, വിടുതൽ നൽകണമേ ആബാ പിതാവേ, സൗഖ്യം നൽകണമേ ആബാ
നൽകണമേ ആബാ പിതാവേ. സാധിക്കുന്നവർ മുട്ടുകൾ കുത്തി ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ കഴിയുന്നവർ ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സൗഖ്യം സ്വീകരിക്കുക. ദിവികാരുണ്യ ഈശോയെ, ദിവികാരുണ്യ ഈശോയെ, സ്നേഹമേ ഈശോ, സ്നേഹമേ ഈശോ, സ്നേഹമേ, സ്നേഹമേ, ഈശോ, സ്നേഹമേ, ഈശോയെ, നിന്റെ ശക്തി ഇപ്പോൾ റിലീസ് ചെയ്യണമേ. ഈ നൈറ്റ് വിജിൽ അറ്റൻഡ് ചെയ്യുന്ന നിന്റെ പ്രിയപ്പെട്ടവർക്കായി നിന്റെ ശക്തി റിലീസ് ചെയ്യണമേ. ശബ്ദം പോലും ഉയർത്താൻ കഴിയാത്തവരുണ്ടപ്പാ ഞങ്ങളിൽ. തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന നാളുകളായി നേരെ ചെവിന് ഒരു വാക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തവരുണ്ടപ്പാ. അവരുടെ രോഗപീഠയുടെ ഭാഗത്ത് നിന്റെ കരങ്ങൾ നീ തൊടുക അപ്പാ. ഞങ്ങൾ മക്കളാണെന്ന് നീ ഓർക്കണമേ അപ്പാ. ഞങ്ങൾ മക്കളാണെന്ന് ഓർക്കണമേ അപ്പാ. ഇടത് കരം ഉയർത്താൻ കഴിയാത്ത മകനുണ്ടപ്പാ. ആ മകനെ നീ തൊടണമേ അപ്പാ. ആ കര ഈശോയുടെ നാമത്തിൽ ഉയർത്തട്ടെ. ഈശോയുടെ നാമത്തിൽ ആ കര ഉയർത്തപ്പെടട്ടെ അപ്പാ. ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങൾ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ഭവനത്തിൽ അങ്ങിങ്ങായി ഓടുന്നവരുണ്ടപ്പാ. ആ മാതാപിതാക്കളെ തരുന്നു. കണ്ണുനീരാണപ്പാ, നിരന്തരം കരച്ചിലാണ്. സൺഡേ മാസ് പോലും അറ്റൻഡ് ചെയ്യാൻ അവർക്ക് കഴിയണില്ലപ്പാ. അവരെ തൊടണം, അവരെ തൊടണം. മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഓട്ടിസ്റ്റിക്കായ രോഗപീഠകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലോകം മുഴുവനുള്ള എല്ലാ ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങളെയും അങ്ങയുടെ മുമ്പിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നപ്പാ. സൗഖ്യപ്പെടുത്തണമേ, വിടുവിക്കണമേ അപ്പാ, വിടുവിക്കണമേ അപ്പാ. ആ കെട്ടുകളിൽ നിന്ന് മക്കളെ വിടുവിക്കണമേ, മക്കളെ വിടുവിക്കണമേ. ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മോചിതരാകുന്നു, കുഞ്ഞുങ്ങൾ മോചിതരാകുന്നു, മോചിതരാകുന്നു, മോചിതരാകുന്നു. ശബാല ശാല ഉരിയാല രബാല ശാല ഉരിയാല രബാല ശാല ഉരിയാല ഉരിയാല ബാല ശാല ഉരിയാല രബാല ശാല ശാല ഉരിയാല രബാല. ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പാ. അവർ കുഞ്ഞുങ്ങളാണെന്ന് ഓർക്കണമേ. ഒന്നും അറിയില്ല എന്ന് ഓർക്കണമേ. മാതാപിതാക്കളുടെ കണ്ണുനീര് നീ മാനിക്കണമേ. സ്നേഹത്തോടെ നോക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാ വിടുതലാ നിറയണേ. സ്നേഹമാ സൗഖ്യമാ വിടുതലാ നിറയണേ. സ്നേഹമാ സൗഖ്യമാ വിടുതലാ നിറയണേ. അപ്പായേ സ്നേഹമാ സൗഖ്യമാ വിടുതലാ നിറയണേ. ശരീരത്തിൻ്റെയോ ആത്മാവിൻ്റെ ഏത് മേഖലയിലാണ് പീഡകൾ അനുഭവിക്കുന്നത് എങ്കിൽ ആ ഭാഗത്ത് കരങ്ങൾ വെക്കുക. ഒരു പക്ഷെ ഒരു ഹൃദയവേദനയാണ്, ഹൃദയത്തിന് അസുഖമുണ്ടായത് കൊണ്ടല്ല, പക്ഷെ വല്ലാത്തൊരു വേദനയാണ് ഉള്ളിലുള്ളതെങ്കിൽ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. അതെ, നമ്മുടെ ചങ്കിൽ ചോര നിക്ഷേപിച്ച ഈശോയാണ് നമ്മുടെ മുമ്പിൽ. നമുക്ക് അവകാശമുണ്ട്. നീ തനിയല്ല, നീ തനിയല്ല. സ്ട്രെസ്സും ആങ്സൈറ്റിയും ടെൻഷനും മൂലം മെഡിക്കേഷനും നിരന്തരം ആശ്രയിച്ച് കഴിയേണ്ട വ്യക്തിയല്ല നീ. സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട വ്യക്തിയല്ല നീ. നഷ്ടധൈര്യരാകരുത് മകനെ, മകളെ. അവനുണ്ട്, ഈശോ നമ്മുടെ അടുത്തുണ്ട്. അബ്ബാ, ഹൃദയവേദനയാൽ തളർന്നു പോയിട്ടുള്ളവരുണ്ട്. ഒന്നിനും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തളർന്നും തകർന്നു പോയിട്ടുള്ളവരുണ്ട്. തൊടണമേ. എത്രയോ നൈറ്റ് വിജിലുകളിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നീ ഇറങ്ങിച്ചെന്ന് പല ഭൂഖണ്ഡങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെന്ന് 10,000 മക്കളെ നീ തൊട്ടിട്ടുണ്ട് ഈശോ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ ഇറങ്ങി ചെല്ലണമേ, തൊടണമേ.
മക്കളെ ചേർത്ത് പിടിക്കണമേ. അവർ തനിയാണെന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ മറ്റാരുമില്ല എന്ന് ഓർക്കണമേ. അങ്ങ് ഞങ്ങളുടെ നിലവിളി കേട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരുടെ മുമ്പിൽ നിലവിളിക്കും അപ്പാ? അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരുടെ മുമ്പിൽ ശബ്ദം ഉയർത്തും അപ്പാ? അവിടുന്ന് ഞങ്ങളെ കൈവിടിഞ്ഞാൽ ആര് ഞങ്ങളെ ചേർത്ത് പിടിക്കും അപ്പാ? ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. സൗഖ്യമാ സ്നേഹമാ വിടുതലാ നിറയണേ. സൗഖ്യമാ വിടുതലാ സ്നേഹമാ എന്നിൽ നിറയണേ. സൗഖ്യമാ വിടുതലാ സ്നേഹമാ എന്നിൽ നിറയണേ. അപ്പായേ എന്നിൽ നിറയണേ. അപ്പായേ എന്നിൽ കനിയണേ. അപ്പായേ എന്നിൽ നിറയണേ. അപ്പായേ എന്നിൽ കനിയണേ. കർത്താവേ, അപ്പായേ എന്നിൽ നിറയണേ. അപ്പായേ എന്നിൽ കനിയണേ. അപ്പായേ എന്നിൽ നിറയണേ. അപ്പായേ എന്നിൽ കനിയണേ. കർത്താവായ ഈശോയെ, ലോകത്തെ മുഴുവൻ എല്ലാ രാജ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണല്ലോ സമാധാനം. ഈശോയെ, അങ്ങേ കണ്ടെത്തതാണല്ലോ കർത്താവെ സമാധാനമില്ലാത്തതിന് കാരണം. കർത്താവെ, അങ്ങാകുന്ന സമാധാനത്തെ ലോകം മുഴുവൻ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങാണ് രക്ഷകൻ. അങ്ങ് മാത്രമാണ് ഏകരക്ഷകൻ. അങ്ങാണ് സത്യദൈവം. ഈശോയെ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അങ്ങേ കാണാൻ, അങ്ങേ അറിയാൻ അവിടുന്ന് കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് അതിരുകളോളം സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ലോകരാജ്യങ്ങളും അങ്ങേ നാഥനെ രക്ഷകരമായി സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ജനതകളും അങ്ങേ അറിയട്ടെ കർത്താവേ. എല്ലാ ജനതകളും അവിടുത്തെ നാമത്തിന് മുമ്പിൽ കുമ്പിടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് സൃഷ്ടാവ്. അങ്ങ് മാത്രമാണ് സൃഷ്ടാവ്. അങ്ങ് മാത്രമാണ് ദൈവം. അങ്ങ് മാത്രമാണ് രക്ഷകൻ. കർത്താവേ, ലോകത്തെ രക്ഷിക്കണമേ. ജനകോടികളെ രക്ഷിക്കണമേ കർത്താവേ. ലോകരാജ്യങ്ങളെ രക്ഷിക്കണമേ. ലോകത്തെ രക്ഷിക്കണമേ കർത്താവേ. ജനങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 കർത്താവേ, അങ്ങയുടെ ഭൗതിക ശരീരമായ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുസഭയെ അവിടുന്ന് കരുണയോടെ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ രാത്രിയിൽ അവിടുന്ന് അങ്ങയുടെ ഭൗതിക ശരീരമായ തിരുസഭയെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്യസ്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസഭയെ അവിടുന്ന് വീണ്ടും ആശീർവദിക്കണമേ. ലോകത്തിന് മേൽ തിരുസഭയ്ക്ക് വലിയ അധികാരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ദൈവവിളികൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ആദരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ബഹുമാനിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ സന്ദർശിക്കണമേ. തിരുസഭയെ ആശീർവദിക്കണമേ. തിരുസഭയെ പൗത്രീകരിക്കണമേ. തിരുസഭയെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയെ വളർത്തണമേ കർത്താവേ. തിരുസഭ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസം അനുഗ്രഹിക്കട്ടെ. ദേവാലയങ്ങൾ നിറഞ്ഞു കവിയട്ടെ. ദേവാലയങ്ങൾ നിറഞ്ഞു കവിയട്ടെ. ദേവാലയങ്ങൾ നിറഞ്ഞു കവിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയയക്കണമേ ഈശോയേ നാഥ.
ഈശോയേ നാഥ ശക്തി അയക്കണമേ ഈശോയേ നാഥ. പ്രിയപ്പെട്ട ഒരു നിമിഷം നിങ്ങളുടെ എല്ലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന സ്ഥലങ്ങളും അവരായിരിക്കുന്ന രാജ്യങ്ങളെയും അവരായിരിക്കുന്ന കോളേജ് ക്യാമ്പസുകളെയും ഒക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവർ പഠിക്കുന്ന സ്കൂളുകൾ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം, അവരിലൂടെ ആ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ മക്കളിലൂടെ ആ രാജ്യം അനുഗ്രഹിക്കപ്പെടണം. വിശ്വാസത്തിൽ നമ്മുടെ മക്കളായിരിക്കുന്ന ആ സ്ഥലങ്ങളെയും ഭവനങ്ങളെയും സാഹചര്യങ്ങളെയും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കൾ ആ രാജ്യത്തുണ്ട് എന്നതിൻ്റെ യോഗ്യതയാൽ, നമ്മുടെ മക്കൾ ആ ക്യാമ്പസിലുണ്ടെന്നുള്ള യോഗ്യതയാൽ ആ ക്യാമ്പസിനെ, ആ സ്കൂളിനെ, ആ കോളേജിനെ, ആ രാജ്യത്തെ ഈശോ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കെല്ലാം അനുഗ്രഹമായിട്ട് മാറും. വരുതരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മക്കളെ സമർപ്പിച്ച് അതോടൊപ്പം മക്കളായിരിക്കുന്ന സ്ഥലങ്ങളെ നമുക്ക് ഒരു നിമിഷം യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കർത്താവേ, ഈ രാത്രിയിൽ ശാലോമിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് ശാലോമിനെ അനുകമ്പയോടെ സ്നേഹത്തോടെ നോക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷയെ അവിടുന്ന് വീണ്ടും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് അനുഗ്രഹമാക്കി ഈ ശുശ്രൂഷയെ അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷാലോം ടിവിയെ സമർപ്പിക്കുന്നു. ഷാലോം വേൾഡ് അമേരിക്കയെ സമർപ്പിക്കുന്നു. കർത്താവെ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഷാലോമിന്റെ ശുശ്രൂഷകരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷാലോമിന്റെ എല്ലാ സാമ്പത്തിക മേഖലയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷാലോമിനെ സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ SPF അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷാലോമിന്റെ നേതൃത്വത്തെ അനുഗ്രഹിക്കണമേ. ഷാലോമിൽ എല്ലാ ശുശ്രൂഷരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഷാലോമിനോട് ചേർന്ന് അധ്വാനിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ഈ രാത്രി അങ്ങ് സന്ദർശിക്കണമേ. ലോകത്തിന് അനുഗ്രഹമാക്കി, തിരുസഭയ്ക്ക് അനുഗ്രഹമാക്കി ഷാലോം ശുശ്രൂഷ അവിടുന്ന് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവെ, അവിടുന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ദേശത്തെയും എൻ്റെ ഇടവകയും എല്ലാം ഈ രാത്രി ആശീർവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മുട്ടുമേൽ നിന്ന് വലിയ ആദരവോടെ ശിരസ് നമിച്ച് കുമ്പിട്ട് ആരാധിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആമേൻ 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 ആമേൻ. യേശുവേ പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.